കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. കേസിൽ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരെയാണ് അന്വേഷണ റിപ്പോർട്ട് 2 ദിവസം കിട്ടിയില്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നും അതിജീവിത സംശയിക്കുന്നു, ആരോപിക്കുന്നു. ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. 1 വർഷം ആകുമ്പോഴും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവരാവകാശം വഴി അപേക്ഷ നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും കമ്മീഷണറെ കണ്ടത്. കമ്മീഷണറെ കാണാൻ ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് നൽകി. റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന് കമ്മീഷണർ ആവർത്തിച്ചതോടെയാണ് സമരപ്രഖ്യാപനം. പൊതുജനത്തിന് മുന്നിൽ തന്നെ കാഴ്ചവസ്തുവാക്കുന്നുവെന്ന് അതിജീവിതയ്ക്ക് നല്ല സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീമ്പളക്കി പറയുന്നത് എന്ത് സംരക്ഷണം? ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവസ്തുവാക്കുന്നതാണോ? ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ്, അല്ല കമ്മീഷണറെ അടുത്ത് വേറെ എന്തെങ്കിലും നടപടിക്കാം, അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല. അപ്പോൾ എന്നെ എത്രയും ഇങ്ങനെ പുറത്തു നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്നായാലും ഇത് വലിയ മോശമായിപ്പോയി. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ലെന്നും കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തടഞ്ഞതിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതിജീവിത പറഞ്ഞു. 24 കോഴിക്കോട്.